ാലിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച കുട്ടിയുടെ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. ആൽജോയുടെ മൃതദേഹം വീട്ടിലെത്തിച്ച സമയത്ത് വീണരികിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കുട്ടിയെ കടിച്ച പാമ്പിന്റെ അതേ വലിപ്പത്തിലുള്ള പാമ്പിനെയാണ് കണ്ടെത്തിയത്. നടരാജ് പരശുറാം ചേരുന്നു. നടരാജ്, വെള്ളിക്കട്ടൻ തന്നെയാണോ കിട്ടിയത്? ഈ വെള്ളിക്കട്ടൻ എന്ന പാമ്പ് തന്നെയാണ് പ്രദേശത്ത് നിന്ന് വീണ്ടും കണ്ടത്. വീടിന് സമീപം മലയും മറ്റുമുള്ള ഒരു പ്രദേശമാണ്. വേനൽക്കാലം കൂടിയാണ്. പാമ്പുകൾ പുറത്തിറങ്ങാനുള്ള ഒരു സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. ഇന്ന് ഈ കുട്ടിയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. വൈകിട്ട് 3 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. അൽജോയുടെ സഹോദരൻ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിൽ തുടരുന്നത്. കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ വീടിന് സമീപത്ത് നിന്ന് വീണ്ടും പാമ്പിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് പാമ്പ് കടിയേറ്റ് കുട്ടി മരിച്ചത്. ആദ്യം ഭക്ഷ്യവിഷബാധയാണെന്നാണ് സംശയിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഇത്തരത്തിൽ പാമ്പ് കടിയേറ്റതാവാമെന്നുള്ള സംശയം വന്നത്. പിന്നീട് വീടിന്റെ മുറിയിലെ തലയണയ്ക്കടിയിൽ നിന്നും പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു. വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു. കിടന്നുറങ്ങിയിരുന്ന കുഞ്ഞിനെ പാമ്പ് കടിച്ചത്. ഇന്നലെയാണ് ആൽജോ മരിച്ചത്. പിന്നെ ആൽജോയുടെ സഹോദരൻ ഇപ്പോൾ ചികിത്സയിലാണ്. അവിടെ വീണ്ടും അതേ വലിപ്പത്തിലുള്ള മറ്റൊരു പാമ്പിനെ കണ്ടെത്തി എന്നാണ് നടരാജ് നൽകുന്ന വാർത്ത. ഒരിടവേള.